ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ് ആണ്. അപ്പോൾ നമ്മൾ ഡിസ്പോസിബിൾ കുപ്പികൾ കൊണ്ട് നമ്മളെങ്ങനെ ഇൻഡോറും ഔട്ട്ഡോറും ആയിട്ട് പ്ലാന്റ്സ് വയ്ക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാതെ കാണണം. കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ വീട്ടിൽ സ്ഥലമില്ല, നമുക്ക് ചട്ടി മേടിക്കാൻ ഉള്ള ഇതില്ല, അങ്ങനെ ഒന്നും വിഷമിക്കണ്ട. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ സാധനങ്ങൾ കൊണ്ട് ഉള്ള സ്ഥലത്ത് എങ്ങനെ ഭംഗിയായിട്ട് ചെടി വയ്ക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂ കാണണം. ഇതുപോലെ തന്നെ പ്ലാസ്റ്റിക് കുപ്പികളും ഡിസ്പോസിബിൾ ബോട്ടിൽസ് വെച്ച് ഞാൻ ഒത്തിരി വീഡിയോ ഇതിനു മുമ്പേയും ചെയ്തിട്ടുണ്ട്. അതെല്ലാം ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാതെ തീർച്ചയായിട്ടും കാണുക. ആദ്യം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ജെലുസിലിൻ്റെ 3 കുപ്പിയാണ്. അപ്പോൾ ജെലുസിൽ തീരുന്നപ്പം അതിൻ്റെ കുപ്പിയിൽ നമ്മൾ ഒന്ന് തീരുമ്പം അത് ശേഖരിച്ച് 2-3 കളക്ട് ചെയ്തിട്ട് പിന്നെ എന്തെങ്കിലും ഇങ്ങനെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ ഊളുണ്ട്. അപ്പോൾ അത് ഇതിനകത്ത് ഇങ്ങനെ നോട്ട് പോലെ ഇട്ടിട്ട് ഹാങ്ങിങ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഭിത്തിയുടെ കളറിന് മാച്ചാകുന്ന ഏതെങ്കിലും ഒരു കളർ ഊൾ, അല്ലെങ്കിൽ സാധാ നമ്മൾ ടൊയിൻ ഊളാണേലും നല്ലതാണ്. നമ്മളല്ലാതെ സാധനങ്ങൾ മേടിക്കുമ്പോൾ കിട്ടുന്ന കയറാണേലും നല്ലതാണ്. ഏതാ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ഇതുപോലെ ആദ്യം അടപ്പിൻ്റെ മേലിരിക്കുന്നതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇതിൽ ചെറിയ ഒരു നൂലെടുത്ത് ആദ്യം ഒരു റൗണ്ടായിട്ട് കെട്ടണം. എന്നിട്ട് ഈ നമ്മൾ എടുത്തിരിക്കുന്ന കുപ്പിയുടെ ലെങ്തിൻ്റെ ഇരട്ടി അല്ലാതെ ഇരട്ടിയേക്കാളും കൂടുതലാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോഴേ നമുക്ക് നോട്ടിട്ട് വരുമ്പം ബാക്കി താഴെ ഇങ്ങനെ തൂങ്ങിക്കിടക്കാവുന്നത് പോലെ കെട്ടിയെടുക്കാൻ പറ്റത്തുള്ളൂ. ഇതുപോലെ ഒരു നോട്ടിട്ടിട്ട് ഈ റൗണ്ടിനകത്ത് നമ്മൾ ഓരോരോ നൂലായിട്ട് ഞാൻ ഇതിനെ ചുറ്റി ഒരു 7 ലെയേഴ്സാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച്. ഇപ്പോൾ ഒത്തിരി കൊടുക്കുകയാണെങ്കിൽ ഒത്തിരി നല്ല പോലെ ഇങ്ങനെ സ്ക്വയറായിട്ട് കാണാൻ ഭംഗിയാണ്. ഞാൻ എളുപ്പത്തിന് 4 വെച്ചാണ് കൊടുക്കുന്നത്. 7 ലെയറാണ് കൊടുക്കുന്നത്. ഇതാദ്യം ഇതിനകത്ത് ഇച്ചിരി കയറ്റാനുള്ള പ്രയാസം ഉണ്ടെന്നേ ഉള്ളൂ. അത്രയും കഷ്ടപ്പെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ അതുപോലും ചെയ്യേണ്ട. ഈ നൂലിങ്ങനെ റൗണ്ടായിട്ട് ചുറ്റിയിലും ചുറ്റി കൊടുത്താലും മതി. അത് നമുക്കൊരു ഗ്യാപ്പ് നടുക്ക വിട്ടിട്ട് അങ്ങനെ ചെയ്യാമല്ലേ. മേളിലും താഴെയും മാത്രം അങ്ങനെ ചുറ്റാ ഓരോരോ ഡിസൈനിൽ ഒത്തിരി മെനക്കെടാൻ മേലാത്തവർ അങ്ങനെ ചെയ്യുക. രണ്ടാമത് ഇത് ജ്യൂസിൻ്റെ 4 കുപ്പിയാണ്. ഒരേ രീതിയിലുള്ള 4 കുപ്പിയാണ്. അപ്പോൾ അതിൽ 2 സൈഡിലും ഹോൾ ഇട്ടിട്ട് 4 ഒറ്റ ലെയറായിട്ട് തൂക്കിയിടാൻ വേണ്ടിയിട്ടാണ്. ഇതും ചെടി വയ്ക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ 2 സൈഡിലും ഞാൻ കമ്പി ചൂടാക്കി അതിനകത്ത് ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പ്ലാസ്റ്റിക് കയറാണ്. അത് ഇങ്ങനെ ഒരേ ലെവലിൽ മാർക്ക് ചെയ്ത് ഓരോരോ നാട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിനകത്ത് നമ്മൾ ചെടി വെക്കാനുള്ള മണ്ണ് നിറച്ചിട്ട് നമ്മൾ ചെടി വയ്ക്കുക. മൂന്നാമത്തെ നമ്മൾ ഈ ജ്യൂസ് മേടിക്കുന്നതും എന്തെങ്കിലും ഈ ടിന്നൊക്കെ കിട്ടുന്നത്, അപ്പം നമ്മൾ സാധനം മേടിക്കുന്ന കയറിൻ്റെ ഞാനിങ്ങനെ റോളാക്കി വെക്കുന്നതാണ്. ഓരോ പ്രാവശ്യം മേടിക്കുന്ന ചെറിയ ചെറിയ കയറും വരെ ഇങ്ങനെ റോളാക്കി വെക്കും. എന്നിട്ട് ഇപ്പം നമ്മൾ ഇത് ഹാർഡ് ഗ്ലൂ ഗൺ വെച്ച് ഇതിനെ ചുറ്റിലും നമ്മൾ ഒട്ടിക്കാനാണ് പോകുന്നത്. നമുക്ക് തൂക്കിയിടാനുള്ള രീതിയിൽ ഇതുപോലെ 2 ചുറ്റി ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് രണ്ടും ഇങ്ങനെ മണി പ്ലാന്റാണ്. ഇതിൽ മണ്ണ് നിറച്ചിട്ടുണ്ട്. അടിയിൽ ഞാൻ കൊക്കോപ്പിട്ട് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മേളിൽ മണ്ണ് നിറച്ച് മണി പ്ലാന്റ് 2 വെറൈറ്റിയാണ് ഇതിനകത്ത് വയ്ക്കുന്നത്. മേളിൽ വെച്ചിരിക്കുന്ന ആ സ്റ്റിക്കും നമ്മൾ ഐസ്ക്രീമിൻ്റെ സ്റ്റിക്കാണ്. ഗുൾഫി മേടിക്കുമ്പം കിട്ടുന്ന ചെറിയ സ്റ്റിക്കാണ്. അതിനകത്ത് തന്നെയാണ് ഇത് രണ്ടിങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ കുപ്പി ഇതുപോലെയാണ്. അപ്പം ഞാൻ 2 സൈഡും ലക്കി ബാമ്പുവും നടുക്ക് മണി പ്ലാന്റും വെച്ചിട്ടുണ്ട്. അത് നമ്മുടെ ക്രിയേഷൻ, ഓരോരുത്തരുടെ കയ്യിലിരിക്കുന്ന അത് വെച്ച് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ 3 വെറൈറ്റി മണി പ്ലാന്റും വെക്കാം. മണി പ്ലാന്റ് ഒത്തിരി ഞാൻ മുറിക്കകത്ത് തൂക്കിയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ 2 ലക്കി ബാമ്പുവും ഒരു മണി പ്ലാന്റുമാണ് വെച്ചത്. ഇതുപോലെ ഓരോരോ കുപ്പികളും ഡിസ്പോസിബിൾ കുപ്പികൾ നമ്മൾ വേസ്റ്റ് കളയാതെ ഇങ്ങനെ ഇതുപോലെ തൂക്കിയിടാൻ നല്ല ഭംഗിയാണ്. ചെടിയാണെങ്കിലും അതിനകത്ത് നല്ലപോലെ ഗ്രോത്തായി കിട്ടും.
അപ്പോൾ എല്ലാവരും ഇതുപോലെ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വീട്ടിൽ സ്ഥലമില്ല, മുറിക്കാത്ത സ്ഥലമില്ല, ചെടി വെച്ചാൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു വിഷമവും വേണ്ട. ഇത് ആഴ്ചയിലൊന്ന് വെള്ളം മാറി കൊടുത്താൽ മതി. മണി പ്ലാന്റും ലക്കി ബാമ്പുവും മുറിക്കകത്ത് വെക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ശ്രമിച്ച് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.